ഗ്രേസിയുടെ ഗൗളിജന്മം എന്ന ചെറുകഥ. ഗൗളിജന്മം എന്ന കഥയിലൂടെ ആധുനിക മനുഷ്യജീവിതത്തിലെ ചില സങ്കീർണതകൾ കഥാകാരി അവതരിപ്പിക്കുന്നു. ഒരു ആശുപത്രിയിലാണ് കഥ നടക്കുന്നത്. രണ്ട് ഗൗളികളാണ് കഥയിലെ നായിക നായകന്മാർ. ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് ചീന്തിയെറിഞ്ഞ് ദാമ്പത്യം ശീലിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമായ ഗൗളി ദമ്പതികളുടെ കാഴ്ചകളിലൂടെയും പരിണാമത്തിലൂടെയുമാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. തങ്ങളിരിക്കുന്ന മുറി ആ ഗൗളികൾ നിരീക്ഷിക്കുന്നു. അവശനായി കിടക്കുന്ന യുവാവും അവൻ്റെ കാൽ കീഴിലിരിക്കുന്ന യുവതിയുമാണ് അവിടെയുള്ളത്. യുവതിയുടെ കണ്ണുകളിൽ മൂർച്ചയേറിയ ശൂന്യത കൊണ്ട് ആൺഗൗളി അസ്വസ്ഥനായി. അപ്പോൾ അവിടേക്ക് ഒരു സന്ദർശക കടന്നു വരുന്നു. മരിക്കാൻ കിടക്കുന്നവനോടോ അവൻ്റെ സുന്ദരിയായ ഭാര്യയോടോ സന്ദർശകർക്ക് അനുതാപമോ കാരുണ്യമോ ഇല്ല. തളരരുത്, ജീവിതം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. നീ ഗർഭിണിയാണെങ്കിൽ അബോർട്ട് ചെയ്താൽ മതി. ഇക്കാലത്ത് അച്ഛനില്ലാത്ത കുട്ടിയെ വളർത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് സന്ദർശക യുവതിയോട് പറയുന്നു. സന്ദർശക പറഞ്ഞത് സത്യമാണെങ്കിലും ഇത്ര നിർദ്ദയമായി പറഞ്ഞത് പെൺഗൗളിക്ക് ഇഷ്ടമായില്ല. അവൾ പ്രതിഷേധിച്ചു. സന്ദർശക പുറത്തുപോയപ്പോൾ ആരതി നീ അത് ചെയ്യുമോ എന്ന് ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോൾ അവൾ കരയുന്നു. ഈ സമയത്താണ് ഡോക്ടറും സംഘവും വരുന്നത്. പരിക്കേറ്റ് വന്ന യുവാവ് മരണത്തിലേക്ക് അടുക്കാൻ കാരണം ഈ ഡോക്ടറാണ്. അപകടത്തിലേറ്റ പരിക്ക് മൂലമല്ല ഇയാൾ മരിക്കുന്നത്, മഞ്ഞപ്പിത്തം ബാധിച്ചാണ്. പൊൻകുന്നം വർക്കിയുടെ കഥയിലെ കിശോരലാലിൻ്റെ കാര്യം ആൺഗൗളി ഓർമ്മിച്ചു. ആൺഗൗളിയുടെ അറിവ് പെൺഗൗളിയെ അത്ഭുതപ്പെടുത്തി. താൻ മുൻജന്മത്തിൽ ഒരു കഥാകൃത്തായിരുന്നുവെന്നും തൻ്റെ കഥകൾ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകളാണെന്ന് അഭിമാനിച്ചുവെന്നും അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഗൗളിയായതെന്നും അവൻ പറയുന്നു. തനിക്ക് മുജ്ജന്മത്തെക്കുറിച്ച് ഓർമ്മ തെളിയുന്നില്ല എന്ന് പെൺഗൗളി പറയുന്നു. ഇത് കേട്ട് ആൺഗൗളി പുരുഷന്റെ അഹന്തയോടെ അതിന് ബോധോദയമുണ്ടാകണം. എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഒരു ബോധിവൃക്ഷം. അത് തിരിച്ചറിഞ്ഞ് ബുദ്ധൻ ചെയ്തതുപോലെ ആ ബോധിവൃക്ഷച്ചോട്ടിൽ ധ്യാനത്തിലിരിക്കണം എന്ന് പറയുന്നു. എന്നിട്ട് അങ്ങേർക്ക് എന്ത് ബോധമാണ് ലഭിച്ചതെന്ന് പെൺഗൗളി ചോദിക്കുന്നു. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് ബുദ്ധൻ ചെയ്തതെന്നായിരുന്നു ആൺഗൗളിയുടെ മറുപടി. മമതയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്നാണ് ബുദ്ധൻ കണ്ടെത്തിയതെന്ന് ആൺഗൗളി പറഞ്ഞു. അടുക്കള ചുവരുകൾക്കിടയിൽ കരിയും പുകയും പിടിച്ചു കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും അറിയാവുന്ന കാര്യമാണല്ലോ ഇതെന്ന് പെൺഗൗളി പരിഹസിക്കുന്നു. ആൺഗൗളിയുടെ അഭിമാനം നുറുങ്ങിപ്പോയി. അപ്പോഴാണ് മുറിയിൽ നിന്ന് കരച്ചിൽ ഉയർന്നത്. ചെറുപ്പക്കാരൻ മരിക്കുകയാണ്, അയാൾ എൻ്റെ കുഞ്ഞ് എന്ന് പിറുപിറുക്കുന്നു. ആ ചെറുപ്പക്കാരി അവളുടെ ഉദരത്തിലെ കുഞ്ഞിനെ വെളിച്ചം കാണിക്കുകയില്ല. മറ്റൊരു ജീവിതം അവൾക്കായി കാത്തിരിക്കുന്നു എന്ന് ആൺഗൗളി പറയുന്നു. പെൺഗൗളി അല്പനേരം ചിന്തിച്ചിരുന്നു. അവളുടെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് അറിയാൻ മോഹമുള്ളതുകൊണ്ട് ചെറുപ്പക്കാരിയുടെ ബാഗിനുള്ളിൽ കയറിക്കൂടുകയാണ്. ഇത് കേട്ട് ആൺഗൗളി ഞെട്ടി. അവളുടെ ജീവിതം അവൾ ജീവിച്ചു തീർത്തോളും. നീ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകാനുള്ളവളാണ് എന്ന കാര്യം മറക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാൻ ഏത് പെൺഗൗളിക്കും സാധിക്കും. എന്നാൽ ഇത് ഞാൻ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ്. തന്നെയുമല്ല, പെണ്ണുങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്നും എനിക്കറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പെൺഗൗളി താഴേക്ക് കുതിച്ചു ചാടി. ആൺഗൗളിയുടെ ജീവിതത്തിൽ നിന്ന് അവൾ അപ്രത്യക്ഷയാകുന്നു. അന്യപ്രദേശ രൂപത്തിൽ കുടുംബ ബന്ധങ്ങളുടെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും കഥ പറയുകയാണ് ഗ്രേസി. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങണം. ഭയപ്പെടുത്തിയും വിധേയപ്പെടുത്തിയും സ്ത്രീയെ അടിമയാക്കാമെന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണ്. ആചാരം, വിശ്വാസം, സ്വാതന്ത്ര്യം എന്നിവയിലെല്ലാം കാലോചിതമായ പൊളിച്ചെഴുത്ത് ആവശ്യമാണെന്നും ഗ്രേസി ഈ ചെറുകഥയിലൂടെ തുറന്നു പറയുന്നു. പുരുഷാധിപത്യം അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾക്കും അവഗണനയ്ക്കും വിധേയരാകുന്ന സ്ത്രീ ജീവിതം സമൂഹത്തിനുള്ളിൽ തുറന്നു കാട്ടുകയാണ് ഗ്രേസി ഈ ചെറുകഥയിലൂടെ.